ഈ കെറ്റിൽ എന്നെ കരയിപ്പിച്ചില്ല, പക്ഷെ ഞാൻ കരഞ്ഞേനെ. കാരണം ഇത് വർക്കാവുന്നുണ്ടായിരുന്നില്ല ആദ്യം ഞാൻ യൂസ് ചെയ്യുമ്പം. കെറ്റിൽ വന്നപ്പോൾ തന്നെ ഞാൻ ചൂടുവെള്ളമാണ് ചൂടാക്കി നോക്കിയത്. മാനുവൽ പ്രകാരം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് തന്നെ. പക്ഷേ ഈ പഴം വാട്ടിയത് എനിക്ക് വർക്കായില്ല. അപ്പോൾ അടുത്തായിട്ട് പിടിച്ചതായി ഹോൾ വീറ്റ് പാസ്തയാണ്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ബോയിൽ ചെയ്യാൻ പറ്റി. എനിക്ക് വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് പഴം വാട്ടിയത് വർക്കാവാഞ്ഞതും തന്നെ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഹീറ്റ് വരുന്നു, നന്നായി തിളച്ചും വരുന്നുണ്ടായിരുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനമായിട്ട് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നത് നമ്മുടെ എന്താ പണം വരുന്നുണ്ട്, വീറ്റ് പാസ്തയാണ്. നമ്മളിപ്പം പുഴുങ്ങിയിട്ട് എടുത്തത്. എങ്ങനെ കാണിക്കാൻ, ഇതാ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് ശരിക്കും കാണാൻ പറ്റും. പഴം വാട്ടിയതിൽ എനിക്ക് പണി കിട്ടാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ്തയിൽ സക്സസ് ആക്കാമെന്ന് കരുതി ഞാൻ ഓണിയനൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ചും കൂടെ എന്താ, ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് അരോമയുള്ള ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മസാലാസൊന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ ഈ പാസ്ത റെസിപ്പി ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റിനും ഒരു ഇതിനും വേണ്ടി ചീസ് സ്ലൈസായിട്ട് വാങ്ങിച്ചിരുന്നു. ഫസ്റ്റ് കെറ്റിൽ ചൂടാക്കിയിട്ട് ബട്ടർ ഇട്ടു. ബട്ടർ ഇടുമ്പോൾ തന്നെ ഈ ഹീറ്റ് കൂടും, തന്നെ ഇത് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. തന്നെ ഈ ലൈറ്റ് ഓഫായി പോകും. അങ്ങനെയാണ് എനിക്കുണ്ടായിരുന്നത് മുമ്പ്. ഇതിലേക്ക് ഞാൻ ഓണിയൻ ചേർത്തു. ഓണിയൻ ചേർത്തപ്പോൾ തന്നെ ഒടുക്കത്തെ ഹീറ്റും കൂടി, തന്നെ ഓഫായും പോയി, നല്ല സ്മെല്ലും വരുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തരം പൊടികളും ഇതിനകത്തോട്ടിട്ട് പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് ഓണൊക്കെയാണ് ചെയ്തത്. കാരണം നമുക്കിത് വാട്ടി അങ്ങോട്ട് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഈ സ്മെല്ല് അങ്ങോട്ട് എല്ലായിടത്തേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റായിട്ടെല്ലാം പാസ്തയല്ല, ആക്ച്വലി അത് മെക്രോണിയാണ്. അതിനുശേഷം ഈ ചീസും കൂടി ഇട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ചീസിട്ട് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ പാസ്ത റെഡി. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ തന്നെ ചെയ്യാതിരിക്കാം. പിന്നെ എൻ്റെ പാസ്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാസ്ത എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് വലിയ ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഓക്കെ